ഹായ്, നമ്മുടെ എല്ലുകൾക്കും അതുപോലെ തന്നെ പേശികൾക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ് വിറ്റമിൻ ഡി എന്നുള്ളത്. ഇന്ന് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വിറ്റമിൻ ഡിയുടെ അഭാവം, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിറ്റമിൻ ഡി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വിറ്റമിൻ ഡി കുറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. വിറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്, പ്രധാന ഉറവിടം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, സൂര്യപ്രകാശമാണ്. സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശം കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ വീടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, പ്രത്യേകിച്ച് സൂര്യപ്രകാശം ഒന്നും കിട്ടാത്ത ഒരു സിറ്റുവേഷനാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് അത് കാരണമായിട്ട് വിറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രധാന ഉറവിടം സൂര്യപ്രകാശമാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നിന്നും വിറ്റമിൻ ഡി കിട്ടും. കൊഴുപ്പുള്ള മത്തി പോലുള്ള മത്സ്യങ്ങൾ, അതുപോലെ തന്നെ കൂണ്, ലിവർ പോലുള്ള ഭക്ഷണങ്ങളിലൊക്കെ ധാരാളം വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ, വിറ്റമിൻ ഡി കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വിറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ വിറ്റമിൻ ഡി കുറയാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് നമ്മുടെ ദഹന പ്രക്രിയയിൽ ഉണ്ടാകുന്ന ആമാശയ സംബന്ധമായിട്ടുള്ള, കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വിറ്റമിൻ ഡി വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതും വിറ്റമിൻ ഡി കുറയാനുള്ള കാരണമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ ഉണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറയാനുള്ള സാധ്യതയുണ്ട്. പ്രായം കൂടുന്തോറും പ്രായമുള്ള ആളുകളിൽ വിറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ, സൂര്യപ്രകാശം ഏറ്റാലും വിറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി പ്രായം കൂടുന്ന ആളുകളിൽ കുറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രായം കൂടുതലുള്ള ആളുകളിലും ഈ വിറ്റമിൻ ഡി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇരുണ്ട നിറമുള്ള ആളുകളിലും വിറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവാനുള്ള സാധ്യത. കാരണം അവിടെ സ്കിന്നിൽ കൂടുതലായിട്ട് മെലാനിൻ ഉള്ളത് കാരണം നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന, കറുപ്പ് നിറം നൽകുന്ന ഇതാണ് മെലാനിൻ എന്നുള്ളത്. അപ്പോൾ ഈ മെലാനിൻ കൂടുതലായിട്ടുള്ളത് കാരണം, ഇരുണ്ട ചർമ്മമുള്ളത് കാരണം സൂര്യപ്രകാശം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇരുണ്ട നിറമുള്ള ചർമ്മമുള്ള ആളുകൾക്ക് ഈ വിറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നന്നാവും. കാരണം വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വിറ്റമിൻ ഡിയുടെ അഭാവം എന്നുള്ളത്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.